പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് നമ്മൾ വായിച്ചത്. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ വേദപുസ്തകം ഇപ്രകാരം പറഞ്ഞ, ഖനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല എന്ന് എബ്രായലേഖനം 10-ാം അധ്യായം അതിന്റെ 5 തൊട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. തുടർന്ന് ആ ഭാഗത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും അല്ലറിയ നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച് ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വചനം വായിച്ചത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, മനുഷ്യ ജീവിതത്തിനകത്ത് എപ്പോഴും നിത്യജീവൻ പ്രാപിക്കാൻ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ലോകത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ അശുദ്ധമായ ലോകത്തിൽ നിന്ന് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ അത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ആ വിശുദ്ധീകരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ മാത്രമാണ്. അവൻ ഒരിക്കലായി നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറി പിതാവിന്റെ ഇഷ്ടം ചെയ്തെങ്കിൽ ഈ ഭൂമി ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പൊ എബ്രായ ലേഖനം 10-ന്റെ 10 വായിക്കുന്ന, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെ, നാം വിശുദ്ധീകരിക്കപ്പെട്ടുവോ ഇല്ലയോ നാം തന്നെ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടോ അതോ വിശുദ്ധീകരണം പ്രാപിച്ചോ? ഈ ലോകത്തിന്റെ മാലിന്യം പിടിച്ച് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ വസിക്കുമ്പോൾ പലതും കണ്ടും കേട്ടും നടന്നും ചിന്തിച്ചും പറഞ്ഞും കൂട്ടുകൂടിയും ഒക്കെ നിങ്ങൾ പലരുമായി സമ്പർക്കങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമേറെയില്ല, കാഹളം തുരിക്കാറായി. നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ അർത്ഥം? പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ച് അവന്റെ സ്നാനത്തിലൂടെ നമ്മുടെ പാപമെല്ലാം അവരിലേക്ക് മാറ്റി ദൈവം അവനെ ക്രൂശിൽ വിധിക്കുകയും എന്നേക്കുമായി അവനെ സ്വീകരിക്കുകയും ചെയ്തുവെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പാപത്താൽ വലഞ്ഞിരുന്ന നമ്മയെല്ലാം അവൻ വിടുവിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ ഇച്ഛയും അത് തന്നെയായിരുന്നു. അപ്പൊ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലായി എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ പല സ്ഥലത്തും കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കേണ്ട, ക്രിസ്തു തന്നെ തന്നെ ഒരിക്കലായി അർപ്പിച്ചുവെന്ന് ഹല്ലേലൂയ എബ്രായ ലേഖനം 7:27 നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് എബ്രായ ലേഖനം 9:12 പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് എബ്രായ ലേഖനം 9:26 വായിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിവെന്ന് എബ്രായ ലേഖനം 9:27. ഹല്ലേലൂയ. പാപങ്ങളെ ചുമപ്പാൻ അവർ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വായിച്ചുമ്പോഴാണ് അവൻ ഒരിക്കലായി തൻ്റെ ശരീരത്തെ മാനകുലത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതെ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവി, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. എന്തിന്? നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ വേണ്ടി, നമ്മെ പാപത്തിന് വിടുവിപ്പാൻ വേണ്ടി, നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടി യേശു തന്നെ തന്നെ നിത്യയാഗമായി എന്നേക്കുമായി സമർപ്പിച്ചു. മനുഷ്യൻ മുഴുവൻ പാപികളാണ്, പാപത്താൽ നിറയപ്പെട്ട് ജീവിക്കുന്നവരാണ്, പാപ സ്വഭാവത്തിൽ വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യനെ വിടുവിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ, ആ സ്വർഗീയ പർദീസ നമുക്ക് വേണ്ടി തരാൻ വേണ്ടി പിതാവായ ദൈവ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപി പിതാവ്, ഈ വചനം കേൾക്കുമ്പോൾ നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ?
നിന്റെ മരണാനന്തരം അഥവാ കർത്താവ് വരികയാണെങ്കിൽ നിനക്ക് നിത്യതയിൽ വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടെ നിനക്ക് എടുക്കപ്പെടാൻ കഴിയുമോ? അതോ ഇന്ന് ഈ ലോകത്തിൽ പാപത്തിന് അധീനമായ ശരീരത്തിൽ നീ വസിക്കുകയാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിനക്കൊരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിത്യതയിൽ നീ എത്തണമെങ്കിൽ നീ നിന്നെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊള്ളണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് യേശു കർത്താവാണ്. ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. പഴയ നിയമത്തിലെ യാഗം നാൾതോറും അർപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച യാഗത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അത് വിശ്വാസത്താലാണ്. ഇന്ന് പകൽ വചനം കേട്ടു ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ പലതും പറഞ്ഞ് നിങ്ങൾക്ക് പ്രശംസിക്കാൻ കാണും. പക്ഷേ നിങ്ങൾ പ്രശംസിക്കുന്ന പ്രശംസയൊന്നും നിത്യതയിലേക്കുള്ള വഴിയാകത്തില്ല. നിത്യതയിൽ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിയും. യോഹന്നാന്റെ 13-ാം അധ്യായത്തിൽ യേശു പത്രോസിന്റെ കാൽ കഴുകിയതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവൻ പത്രോസിന്റെ കാൽ കഴിയത് പത്രോസ് ഭാവിയിലും പാപം ചെയ്യുമെന്ന് അവന് കാണിച്ചു കൊടുത്ത് അവൻ പാപങ്ങളും താൻ അകറ്റിയിരിക്കുന്നുവെന്ന് അവനെ പഠിപ്പിക്കാനായിരുന്നു. പത്രോസ് ഭാവിയിലും പാപങ്ങൾ ചെയ്യുമെന്ന് യേശു അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് പത്രോസിന്റെ കാൽ കഴുകി. അതെ, നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുദ്ധീകരണം പ്രാപിച്ചാലും വീണ്ടും നാം പാപജലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് പത്രോസിന് മുന്നറിയിപ്പായി യേശു പത്രോസിന്റെ കാൽ കഴുകിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയസഹോദരീ, നാം ഒരിക്കലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ രക്ഷ പ്രാപിച്ച് പിന്നീട് നാം പഴയതിലേക്ക് പോകാതെ പുതുക്കത്തിൽ നിൽക്കുക തന്നെ ചെയ്യണം. പത്രോസ് തടയുവാൻ ശ്രമിച്ചപ്പോൾ യേശു അരുളി ചെയ്തു, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ഈ വാക്കുകൾ വെളിവാക്കുന്നത് നീ ഇതിനു ശേഷം വീണ്ടും പാപം ചെയ്യും. നീ എന്നെ തള്ളിപ്പറയും. ഞാൻ കാൽ കഴിയുന്നതിന് ശേഷവും പാപം ചെയ്യുകയും ചെയ്യും. എന്റെ പുനരുത്ഥാനത്തിന് ശേഷം നീ പാപം ചെയ്യും. ആയതിനാൽ ഞാൻ നീ ചെയ്യുവാനിരിക്കുന്ന പാപങ്ങൾ വരെ അകറ്റിക്കളഞ്ഞിരിക്കുന്നു. എന്നതിനാൽ നിന്നെ പരീക്ഷിക്കരുതെന്ന് സാത്താനോട് കൽപ്പിക്കാൻ വേണ്ടിയുള്ള എത്രയും ഞാൻ നിന്റെ കാൽ കഴിയത്. അതെ, ഇന്ന് പകൽ ഈ വചനം കേൾക്കാൻ ശ്രോതാവേ, നമ്മൾ പലപ്പോഴും പരീക്ഷയിലകപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിധത്തിലും തകർത്ത് കളയുവാൻ സാത്താൻ പല പദ്ധതികളുമായി കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടാതിരിപ്പാൻ, സാത്താനെ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ യേശു പത്രോസിന്റെ കാൽ കഴുകി അവനെ അത് ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കരുത് എന്ന് നമ്മെ എന്നേക്കുമായി ദൈവം വിശുദ്ധീകരിക്കുന്നു. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ. ഒരിക്കലും നമുക്ക് ഒഴുക്കപ്പെട്ട രക്തത്താൽ അവൻ എന്നേക്കുമായി ശുദ്ധീകരിക്കുന്നു. അപ്പം ഓരോ ദിവസവും പാപപരിഹാരം നാം വരുത്തേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും നാം പാപപരിഹാരം വരുത്തി ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കരുത്. പഴയകാല അനുഭവത്തിലേക്ക് പോകരുത്. ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ, സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ, സ്വസ്ഥത പ്രാപിക്കാൻ കഴിയാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, നിന്റെ കഴിഞ്ഞ കാല പാപങ്ങളിലേക്ക് നീ പോകാതെ ഓരോ ദിവസവും നീ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം നിൽപ്പാൻ നിനക്ക് കഴിയണം. നാം ദൈവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവും ബോധ്യവും, സാത്താനെ നമ്മെ തോൽപ്പിക്കാൻ കഴിയും, സാത്താന്റെ തന്ത്രം കുടുങ്ങിപ്പോകുകയില്ലെന്ന് തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. അവൻ നമുക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരിക്കലോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അടക്കപ്പെട്ട കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് പാപമില്ലാത്ത ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിൽ നിത്യതയിൽ പ്രവേശിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. സകലത്തിമേലും ദൈവത്തിന് നീതിയുള്ള കരം വെളിപ്പെടുവിടക്കണം. പഴയ പാപ ശരീരത്തിലേക്ക് പോകാതെ അല്ലെങ്കിൽ പത്രോസിനെ തന്റെ പാപങ്ങൾ ഏർപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഞങ്ങൾ ആ വിശുദ്ധി നിൽപ്പാൻ കുറയണം. സകല മുഖത്തും എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.